ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു അസുഖമാണ് പൈൽസ്. സാധാരണഗതിയിൽ മലദ്വാര സംബന്ധമായ എല്ലാ രോഗലക്ഷണങ്ങളെയും നമ്മൾ പൊതുവായി ചിത്രീകരിക്കുന്ന ഒരു കാര്യമാണ് പൈൽസ് ആയിട്ട്. മലദ്വാര സംബന്ധമായിട്ട് എന്ത് ലക്ഷണം ഉണ്ടെങ്കിലും ഉടനെ എല്ലാവരും പറയുന്നതാണ് പൈൽസ് ആണെന്നുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ മിസ്സായി പോകാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വൻകുടലിൽ ഉണ്ടാകുന്ന ക്രോൺസ് എന്നൊക്കെ പറഞ്ഞ അസുഖം ഇച്ചിരി സീരിയസ് ആയ ഒരു അസുഖമാണ്. അത് മലദ്വാരത്തിൽ തടിപ്പായിട്ടും അതുപോലെ മലദ്വാരത്തിൽ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ, വൻകുടലിന്റെ താഴത്തെ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറുകളൊക്കെ മലദ്വാരത്തിൽ ബ്ലീഡിംഗ് ആയിട്ടാണ് നമ്മൾ പുറത്തേക്ക് കാണാറ്. ഇതൊക്കെ നമ്മൾ പൈൽസ് ആണെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ അതിനെ തെറ്റായ ചികിത്സാ രീതികളൊക്കെ പോയി നമ്മൾ പിന്നീട് ഒരുപാട് വൈകി അത് കണ്ടുപിടിച്ച് വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മലദ്വാര സംബന്ധമായ ലക്ഷണങ്ങളെ നമ്മൾ പെട്ടെന്ന് തന്നെ രോഗനിർണയം നടത്തണം. പിന്നെ പൊതുവേ എല്ലാവർക്കും ഒരു മടിയുള്ള കാര്യമാണ് പൈൽസിനെ കാണിക്കുക എന്നുള്ളത്. എല്ലാവർക്കും ഭയങ്കര സ്റ്റിഗ്മയാണ് പൈൽസിന്. അപ്പോൾ നമുക്കിനി എന്താണ് പൈൽസ് എന്ന് നോക്കാം. നമ്മുടെ മലദ്വാരത്തിന്റെ അടിഭാഗത്തായിട്ട് രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന വികസനമാണ് പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിനെ മൂലക്കുരു, അർഷസ് എന്ന് പറയും. നമ്മുടെ മെഡിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ അതിനെ ഹെമറോയിഡ്സ് എന്നാണ് പറയുക. അത് സാധാരണഗതിയിൽ എല്ലാവർക്കും കണ്ടുവരുന്നൊരു സാധനമാണ് പൈൽസ്. അതിന്റെ അമിതമായ വികസനം കാരണം അതിൽ രക്തം കട്ടപിടിക്കുകയും അത് തടിച്ച് വീർത്ത് വലുതായി വരുമ്പോഴാണ് അതൊരു രോഗമായിട്ട് മാറുന്നത്. അതല്ലെങ്കിൽ നാച്ചുറലി എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ് ഈ ഹെമറോയിഡൽ കുഷൻസ് എന്ന് പറഞ്ഞ സാധനം. ഇനി പൈൽസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കൂടുതലായും നമ്മുടെ ഭക്ഷണശൈലിയിലുള്ള പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ, അതായത് നാരിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയുക, നമ്മുടെ വെള്ളത്തിൻ്റെ അംശം, വെള്ളം കുടിക്കുന്നത് ഭയങ്കരമായിട്ട് കുറയുക, ഇതൊക്കെയാണെങ്കിൽ മലത്തിന് കട്ടി വരാനുള്ള സാധ്യത കൂടുകയും അത് കാരണം പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. രണ്ടാമതായിട്ടുള്ളതാണ് കോൺസ്റ്റിപ്പേഷൻ, അതായത് നമ്മുടെ മലബന്ധം. ഒരു ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് മലബന്ധം ഉണ്ടാകുന്ന ആൾക്കാർക്കും പൈൽസ് കൂടുതലായിട്ട് വരാം. അതുപോലെ തന്നെ കൂടുതൽ പ്രാവശ്യം ബാത്റൂമിൽ പോകേണ്ടി വരാം. അതായത് നമ്മുടെ ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ് എന്ന് പറയും. കൂടുതൽ പ്രാവശ്യം ബാത്റൂമിൽ പോകേണ്ട ആൾക്കാർക്കും പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കൂടുതൽ സമയം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുക, ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യുക. അത് പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടാത്ത കുട്ടികൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബാത്റൂമിൽ പോവുക, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പൈൽസ് ഉണ്ടാകാനുള്ള റിസ്ക് വളരെ കൂട്ടുന്നതാണ് ഇപ്പോൾ സ്റ്റഡീസൊക്കെ കണ്ടുപിടിച്ചേക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ, അതായത് പ്രഗ്നൻസി പോലുള്ള സമയത്ത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് വയറിനകത്ത് പ്രഷർ കൂടുകയും അത് പൈൽസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അമിതവണ്ണം, ഇതൊക്കെ പൈൽസ് ഉണ്ടാക്കാനുള്ളൊരു കാരണമാണ്. ഇനി എന്തൊക്കെയാണ് പൈൽസിൻ്റെ രോഗലക്ഷണങ്ങൾ? അപ്പോൾ കൂടുതലും മലദ്വാരത്തിൽ തടിപ്പായിട്ടാണ് കാണാറ്. മലദ്വാരത്തിൽ തടിപ്പായിട്ടാണ് പലരും ഒ പിയിലേക്ക് വരാറ്. പിന്നെയുള്ള ലക്ഷണമാണ് വേദന, മൂട് കഴപ്പ്, ഇരിക്കുമ്പോഴുള്ള വേദന, മലദ്വാരം ബാത്റൂമിൽ പോകുമ്പോൾ ഭയങ്കര പെയിൻ, ഇതൊക്കെയാണ് മേജർ ലക്ഷണങ്ങൾ. പിന്നെ ഉള്ളതാണ് ബ്ലീഡിങ്, മോഷൻ പോകുമ്പോൾ അല്ലെങ്കിൽ മോഷൻ പോയി കഴിഞ്ഞിട്ട് വളരെ ശക്തിയിൽ രക്തം പോവുക, അതായത് ഫ്രഷ് ബ്ലഡായിട്ട് തന്നെയാണ് നമ്മുടെ ബാത്റൂമിൽ കാണാം. പിന്നെ ഡിസ്ചാർജ്, ചെറിയ നീര് പോലെ അല്ലെങ്കിൽ പഴുപ്പ് പോലെയൊക്കെ മലദ്വാരത്തിൽ നിന്ന് വരാറുണ്ട്. പിന്നെ അത് കാരണം ചൊറിച്ചിലുണ്ടാവാം. ഇതൊക്കെയാണ് കൂടുതലായും കണ്ടുവരുന്ന പൈൽസിൻ്റെ രോഗലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെയാണ് പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ്? സാധാരണഗതിയിൽ നമ്മൾ പൈൽസ് 4 ഗ്രേഡിംഗ് ഉണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. ഏറ്റവും ചെറിയ പൈൽസ് ഗ്രേഡ് 1ഉം വളരെ വലുതായി പുറത്തേക്ക് തള്ളിയിരിക്കുന്ന പൈൽസ് ഗ്രേഡ് 4ഉം ആണ്. അപ്പോൾ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2 ആണെങ്കിൽ നമുക്ക് യൂഷ്വലി മരുന്നിൽ നമുക്ക് ശ്രമിക്കാം. നമ്മൾ ഗുളിക തരും, 2 നേരം ഉപ്പുവെള്ളത്തിൽ ഇരിക്കാൻ പറയും, പിന്നെ ഓയിൻമെൻറ്റ് തേക്കുക, മോഷൻ ടൈറ്റായി പോകാതെ നോക്കുക, ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ അല്ലെങ്കിൽ മുക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ്. ഇതിലൊന്നും മാറിയില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് സർജറിയിലേക്ക് പോകേണ്ടി വന്നേക്കാം. ഇനി എന്തൊക്കെയാണ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് നോക്കാം. നമുക്ക് സ്ക്ലിറോതെറാപ്പി ഉണ്ട്, ബാൻഡ് ലൈഗേഷൻ ഉണ്ട്, ഓപ്പൺ സർജറി ഉണ്ട്, പിന്നെ ലേസർ സർജറി ഉണ്ട്. സ്ക്ലിറോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് പൈൽസിനെ ചുരുക്കി കളയാം. ബാൻഡ് ലൈഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈൽസിൻ്റെ ബേസിൽ ഒരു ചെറിയൊരു ടൈറ്റ് റബ്ബർ ബാൻഡ് പോലത്തെ ഒരു ബാൻഡ് ഇട്ട് അതിനെ നശിപ്പിച്ച് കളയാം. പിന്നെയുള്ള സർജറി എന്ന് പറഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്ത് കളയാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അതിനെ ചുരുക്കി കളയാൻ ചെയ്യാം. പിന്നെ ലേസറാണ് ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. നമുക്ക് വളരെ ചെറിയ മുറിവിൽ കൂടെ തന്നെ ലേസർ ഉപയോഗിച്ച് നമുക്ക് പൈൽസ് കരിച്ച് ചുരുക്കി കളയാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പൈൽസിന് വേണ്ടിയിട്ട്. ഇനി പൈൽസുള്ള ആൾക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണം? മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണശൈലി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നല്ല ഫൈബർ റിച്ച് ഡയറ്റ് കഴിക്കുക, അതായത് നാരുകൾ കൂടുതൽ ഉള്ള ആഹാരങ്ങൾ കഴിക്കുക, അതായത് ഉദാഹരണത്തിന് പച്ചക്കറികൾ കഴിക്കാനായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. പിന്നെ നോൺ വെജുകൾ, അതായത് പൈൽസ് ഉള്ള ആൾക്കാർ നോൺ വെജ് ബേസിക്കലി റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ, പോർക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഉള്ളത് നമുക്ക് മോഷൻ ടൈറ്റ് ആവാൻ നോക്കുക, അതായത് മുക്കാതിരിക്കുക ഭയങ്കരമായിട്ട്. പിന്നെ ഓവർ വെയിറ്റുള്ള ആൾക്കാർ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ പൈൽസുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ വീഡിയോൻ്റെ ഒരു മെസ്സേജ് ഇത്രേ ഉള്ളൂ. അതായത് മലദ്വാര സംബന്ധമായ എല്ലാ രോഗലക്ഷണങ്ങളും പൈൽസ് ആവണമെന്നൊരു നിർബന്ധമില്ല. മറ്റ് പ്രശ്നമുള്ള അസുഖങ്ങളൊക്കെ ആവാം.
അതുമാത്രമല്ല എല്ലാ പൈൽസിനും ഓപ്പറേഷൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഇനീഷ്യലി ഉള്ള പൈൽസൊക്കെ വേണമെങ്കിൽ മരുന്നിൽ മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു സർജനെയോ അല്ലെങ്കിൽ ഗാസ്ട്രോനെയോ കാണിച്ചിട്ട് രോഗനിർണയം നടത്തുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രോഗനിർണയം നടത്തിയിട്ട് എന്താണോ അസുഖം അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യും.